നമസ്കാരം ഡോക്ടറെ. കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നൊരു ചോദ്യമാണത്. അദ്ദേഹത്തിന് ഒരു കേരളത്തിന് പുറത്തുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം. മലയാളിയല്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് പോയി ഒരു ഡോക്ടറെ കണ്ടു. അദ്ദേഹത്തിന് ഉദാഹരണത്തിന് കാര്യമായ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം പോയി ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു ഇംപ്ലാന്റ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പല സ്ഥലത്തായിട്ട് പിന്നെ അന്വേഷിച്ചു, ഇംപ്ലാന്റിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. പക്ഷേ ഇദ്ദേഹം സർജറി ചെയ്തു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് കൃത്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ലിംഗത്തിന് ഒരു ചെറിയ വളവ് പോലെ എന്തോ ഇദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു അത്രേ. അപ്പോൾ നമ്മുടെ സെൻറ്ററിനെ കുറിച്ച് ഈ സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം അറിഞ്ഞു. പിന്നെ നമ്മുടെ വെബ്സൈറ്റിലെല്ലാം കയറി നോക്കി നമ്മുടെ ഇംപ്ലാന്റ് സർജറികളുടെ ഹിസ്റ്ററി എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇദ്ദേഹം ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ഇന്ന് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിച്ചിട്ടാണ്, അതായത് കുറച്ച് സമയത്ത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ പറയുന്ന ഇംപ്ലാന്റ് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരിക്കലും പറ്റാത്തൊരവസ്ഥ വന്നു. എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ ഒരു മോചനം സാധ്യമാവുമോ? ഞാൻ ഇത്രയും ദൂരെ നിന്നും, കുറേ ദൂരെയാണ് ഇദ്ദേഹം ഉള്ളത്, ഇന്ത്യയുടെ ഒരു വലിയ ഒരു മൂലക്കെയാണ് ഉള്ളത്. അവിടെ നിന്നും ട്രാവൽ ചെയ്ത് കൊച്ചി വരെ വരാൻ വില്ലിങ്ങാണ്. വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഫലം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അത് കേസ് ഒന്ന് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഇംപ്ലാന്റ് ചെയ്തുകൊണ്ട് തന്നെ പണ്ടുണ്ടായിരുന്ന നോർമലായിട്ടുള്ള ഉദ്ധാരണം, സ്വതവേ ഒരു മനുഷ്യന് ആഗ്രഹം വരുമ്പോൾ പെനീസ് വളരെയധികം വികസിച്ച് പൊന്തി വരുന്ന അവസ്ഥ, ആ അവസ്ഥ ഉണ്ടാവില്ല ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ. ഇംപ്ലാന്റിൻ്റെ അകത്തിരിക്കുന്ന ഇംപ്ലാന്റിൻ്റെ ഒരു മെറ്റീരിയൽ അകത്തുണ്ട്. ആ മെറ്റീരിയലാണ് ലിംഗത്തിന് വേണ്ട ഉദ്ധാരണം അല്ലെങ്കിൽ ദൃഢത നൽകുന്നത്. അപ്പോൾ അത് വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ശരിക്കും ട്രെയിൻഡായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വേണം ചെയ്യാൻ. ഇപ്പോൾ ഏതൊരു സർജറി, ഇപ്പോൾ ഒരു വാഹനം ഓടിക്കുന്നതാണെങ്കിൽ പോലും ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു ബൈക്ക് എടുത്ത് ഓടിക്കാൻ പോയാൽ മൂക്കും കുത്തി മറിഞ്ഞു വീഴും, അപകടം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ബൈക്ക് ഓടിച്ചാൽ ഒരു സ്ലിപ്പറി റോഡിൽ കൂടെ പോയാൽ പോലും കറക്റ്റായിട്ടത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അറിയാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ഏതൊരു കാര്യത്തിലും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലും എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സും ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം വരും. അല്ലാതെ ചില ഇംപ്ലാന്റുകൾ നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ ചെയ്തു വന്ന് ഇടയ്ക്ക് കാണാനിടയുള്ളതുണ്ട്. ഒരാളുടെ ലിംഗം നേരെ മുന്നിൽ കുനിഞ്ഞിങ്ങനെ കീഴോട്ട് പോലെ വളഞ്ഞു കിടക്കുകയാണ്. അത് ആ ഇംപ്ലാന്റിൻ്റെ പ്ലേസ്മെൻറ്റിൽ വന്ന കുഴപ്പമാണ്. ഒന്ന്, ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ഇംപ്ലാന്റ് ഏത് മെറ്റീരിയലാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും സ്യൂട്ടബിള്, അതിൻ്റെ മെഷർമെൻറ്റ്, സൈസ്, അതെങ്ങനെ പ്ലേസ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സർജൻ ആണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനം ചെയ്യുന്ന രീതികൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട് എങ്കിൽ ആ ഇംപ്ലാന്റിൻ്റെ പ്ലേസ്മെൻറ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇംപ്ലാന്റിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടായി കാണാം. അത് നമുക്ക് നേരിട്ട് പരിശോധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ സാധിക്കൂ. ഇനിയും ഈ ഇംപ്ലാന്റിൻ്റെ പ്ലേസ്മെൻറ്റ് പ്രോപ്പർ അല്ല, അതും അല്ലെങ്കിൽ ആ ചെയ്തത് സ്യൂട്ടബിളായിട്ടുള്ള രീതിയിൽ കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ അല്ല ചെയ്തിരിക്കുന്നതെങ്കിൽ വെച്ചിരിക്കുന്ന ഇംപ്ലാന്റിനെ ഊരി മാറ്റേണ്ടി വരും. ഊരി മാറ്റിയതിന് ശേഷം വീണ്ടും പുതിയ ഇംപ്ലാന്റ് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു കേസ് ഞങ്ങളുടെ ഒരു കോൺഫറൻസ് ഡൽഹിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ച് നടന്നൊരു സമയത്ത് അവിടെ റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്തിരുന്ന ഒരു പേഷ്യൻറ്റിനെ അവിടെ കൊണ്ടുവന്നു. അത് ഡെമോൺസ്ട്രേഷന് വേണ്ടി കൊണ്ടുവന്നതാണ്. 3-ാം തവണ ഇംപ്ലാന്റ് ഓപ്പറേഷൻ പോവുകയാണ്. ആദ്യം വെച്ചത് ഫെയിലായി, എന്തോ കാരണങ്ങളുണ്ട്. പിന്നെ കുറച്ച് കാലത്തിന് ശേഷം സെക്കൻഡ് വിദേശ രാജ്യത്ത് എവിടെയോ ചെയ്തു, അതും ഫെയിലായി. അപ്പോൾ ഒരു തേർഡ് സർജറിക്ക് പോകുമ്പോൾ അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ, അതെങ്ങനെയായിരിക്കണോ, അതിനി ചെയ്യണോ വേണ്ടയോ, ചെയ്താൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയുള്ളൊരു ഡിസ്കഷനായിരുന്നു. അതിലാണ് ആ കേസ് പ്രസൻറ്റ് ചെയ്തത്.
അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇംപ്ലാന്റിൻ്റെ ഫെയിലിയറുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ എക്സ്പീരിയൻസ്, അവരുടെ എക്സ്പെർട്ടൈസ്, അവരേത് ഇംപ്ലാന്റ് സെലക്ട് ചെയ്യുന്നു, ഏത് സൈസ് ചൂസ് ചെയ്യുന്നു, മെഷർമെൻറ്റുകൾ കറക്റ്റാണോ, അതിൻ്റെ പ്ലേസ്മെൻറ്റ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഇംപ്ലാന്റ് ചെയ്താൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിനെ പരിശോധിച്ച് നോക്കിയിട്ട് നമുക്ക് സാധ്യമാണെങ്കിൽ ആ ഇംപ്ലാന്റ് എടുത്ത് കളഞ്ഞിട്ട് ഒരുപക്ഷെ വീണ്ടും വേറെ ഇംപ്ലാന്റ് വെച്ച് കൊടുക്കേണ്ടി വരും. ആളുടെ ശാരീരികാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കൃത്യമായ തീരുമാനങ്ങൾ നമുക്ക് പറയാൻ കഴിയൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേണ്ട പോലെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാം പഠിച്ചതിന് ശേഷം ഏതെങ്കിലും നല്ല സെൻറ്ററുകളിൽ പോയിട്ട് ചെയ്യുന്നതാണ് ഉത്തമം. ഇത്തരത്തിൽ ധാരാളം സംശയങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ഈ സെക്ഷൽ മെഡിസിനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഓപ്പണായിട്ട് ചോദിക്കാൻ പലർക്കും മടിയാണ്. അത്തരക്കാർക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വാട്സപ്പ് നമ്പറുകളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം ഇത്തരം കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അത് ഡോക്ടറിനോട് ചോദിച്ച് അതിന് വിശദമായ മറുപടി ഇത്തരത്തിൽ നൽകുന്നതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.